ടെക് ട്രാവലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഡൽഹി പോകുന്നല്ലേ. അപ്പോൾ ഡൽഹിയിൽ എവിടേക്ക് പോകണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു 20 പ്ലേസ് ഞാൻ തരാം. ഇതിൽ നിങ്ങൾ പോവേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ പോവേണ്ട പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ പോവേണ്ട പ്രധാനപ്പെട്ട മാർക്കറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 20 സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡൽഹിയിലേക്ക് എങ്ങനെ പോകാം, അവിടെ ഒരു 3 days ട്രിപ്പ് എങ്ങനെ തിരിച്ചു വരാം, ട്രാവൽ എങ്ങനെ ചെയ്യാം, റൂം എവിടെ എടുക്കാം എന്നുള്ളതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹിൻറ്റും അതുപോലെ തന്നെ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. അത് വേണ്ടവർ അത് കണ്ടോളൂ. ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്ലേസുകളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ വീഡിയോ കണ്ടിന്യൂ ചെയ്തോളൂ. ആദ്യമായിട്ട് പോവേണ്ട സ്ഥലമാണ് യമുന ഘട്ട്. ഡൽഹി യാത്രയിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് യമുന ഘട്ട്. നൂറുകണക്കിന് സൈബീരിയൻ ഗേൾസ് നമുക്ക് ചുറ്റും പറന്നുയർന്ന ആ കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു പക്ഷേ നഗരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രഭാതമായിരിക്കും ഇത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് യമുന ഘട്ട് സന്ദർശിക്കാൻ ഏറ്റവും മികച്ച സമയം. രാവിലെ 5:30 മുതൽ 7:30 വരെയുള്ള സമയമാണ് ഏറ്റവും പ്രധാനം. പുലർച്ചെ തന്നെ യമുന ഘട്ടിൽ ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. അടുത്തതായി ജമാ മസ്ജിദ്. മുഗൾ വാസ്തുവിദ്യയുടെ പ്രൗഢിയും ചരിത്രത്തിന്റെ ഗാംഭീര്യവും ഒത്തുചേരുന്ന ഒരിടം. പഴയ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ജമാ മസ്ജിദ് ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്ന്. ഒരേ സമയം 20,000-ലധികം ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിശാലമായ മുറ്റം. ഇവിടുത്തെ ഓരോ കല്ലുകൾക്കും പറയാനുണ്ട് നൂറ്റാണ്ടുകളുടെ കഥകൾ. ചരിത്രവും സംസ്കാരവും മാത്രമല്ല, ജമാ മസ്ജിദിന് ചുറ്റുമുള്ള തെരുവുകളിലെ ഭക്ഷണ രുചികളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മസ്ജിദിന് ചുറ്റുമുള്ള ഭക്ഷണ രുചികളുടെ കാര്യങ്ങൾ വഴിയെ പറഞ്ഞുതരാം. മൂന്നാമത്തെ സ്ഥലമാണ് റെഡ് ഫോർട്ട്. ഇന്ത്യയുടെ ചരിത്രവും അധികാരവും തലയുയർത്തി നിൽക്കുന്ന ഒരിടം. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഡൽഹിയിലെ ചെങ്കോട്ട. ഷാജഹാൻ ചക്രവർത്തി 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ അത്ഭുതം വെറും ഒരു കോട്ടയല്ല. ഇതിന്റെ ഓരോ ചുവരുകളിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും ഭരണ മാറ്റങ്ങളുടെയും കഥകൾ ഇരുമ്പൊന്നുണ്ട്. ചക്രവർത്തി ജനങ്ങളെ കണ്ടിരുന്ന ദിവാനി ആമും പ്രമുഖരുമായി ചർച്ച നടത്തിയിരുന്ന ദിവാനി ഖാസും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഓരോ ആഗസ്റ്റ് 15-നും ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ഈ ചരിത്രഭൂമി ഡൽഹിയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ്. ഇനി വരുന്ന 4, 5, 6, 7 സ്ഥലങ്ങളും ഏകദേശം വരുന്നത് ഒരേ പ്ലേസിൽ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ബൈ വാക്ക് കാണാം, അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചും കാണാം. അതിലൊന്നാമത് വരുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്. അതായത് 4ാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റ്. ഡൽഹി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു ദൃശ്യമുണ്ട്. നമ്മുടെ വീരജവാന്മാരുടെ സ്മരണകൾ ജ്വലിച്ചു നിൽക്കുന്ന ഇന്ത്യ ഗേറ്റ്. 1-ാം ലോകമഹായുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ 10,000-കണക്കിന് ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഈ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ അഭിമാനവും വല്ലാത്തൊരു ബഹുമാനവും നിറയും. ചരിത്രവും പ്രൗഢിയും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ ദേശീയ സ്മാരകം കാണാതെ നമ്മുടെ ഡൽഹി യാത്ര ഒരിക്കലും പൂർണ്ണമാകില്ല. 5ാമത് വരുന്നത് രാഷ്ട്രപതി ഭവൻ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രൗഢിയും പരമാധികാരവും വിളിച്ചോതുന്ന വാസ്തുവിദ്യാ വിസ്മയം. നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ ഔദ്യോഗിക വസതിയായ 330 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ കൊട്ടാര സദൃശ്യമായ കെട്ടിടത്തിൽ 340 മുറികളാണുള്ളത്. 6ാമത് പാർലമെന്റ്. 7ാമത് സുപ്രീം കോർട്ട്. പാർലമെന്റിലേക്കും സുപ്രീം കോർട്ടിലേക്കും നമുക്ക് സാധാരണക്കാർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത്. നമുക്ക് പുറത്ത് നിന്ന് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾ ഡൽഹി പോയി കഴിഞ്ഞാൽ പുറത്തു നിന്നാണെങ്കിൽ കൂടി പാർലമെന്റും സുപ്രീം കോർട്ടും മസ്റ്റായിട്ടും കാണണം. 4, 5, 6, 7 കഴിഞ്ഞാൽ ഇനി 8ാമതായിട്ട് വരുന്നതാണ് പുരാന കില്ല. ചരിത്രത്തിന്റെ ഒട്ടനവധി ഏടുകൾ മറഞ്ഞിരിക്കുന്ന ഡൽഹിയിലെ ഏറ്റവും പഴക്കമേറിയ കോട്ടകളിലൊന്നാണ് പുരാന കില്ല. ഡൽഹിയുടെ തിരക്കുകളിൽ നിന്ന് മാറി ഒരൽപ്പം സമാധാനത്തോടെ ചരിത്രത്തിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മികച്ച ഒരിടം. 9ാമതായിട്ട് വരുന്നതാണ് ഹുമയൂൺ ടോംബ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പത്നി 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ മനോഹരമായ മന്ദിരം. പേർഷ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഈ കൂടിച്ചേരലാണ് പിൽക്കാലത്ത് ലോക പ്രശസ്തമായ താജ്മഹലിന്റെ നിർമ്മിതിക്ക് പോലും മാതൃകയായത്. ഡൽഹിയിലെ തിരക്കുകളിൽ നിന്ന് മാറി ചരിത്രത്തിന്റെ പ്രൗഢിയിലേക്ക് ഒരു ക്യാമറ കണ്ണുമായി നടന്നു നീങ്ങാൻ ഇതിലും മികച്ചൊരിടം വേറെയില്ല. 10 അക്ഷാർധം ടെമ്പിൾ. 10,000-ഓളം ശില്പികളും ഭക്തരും ചേർന്ന് 5 വർഷം കൊണ്ട് നിർമ്മിച്ച ഈ പുണ്യഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ സമഗ്ര ഹിന്ദു ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ്. സിമന്റോ,
ഇരുമ്പോ ഒട്ടും ഉപയോഗിക്കാതെ കേവലം കല്ലുകൾ പരസ്പരം കോർത്തിണക്കിയാണ് ഈ മഹാത്ഭുതം തീർത്തിരിക്കുന്നത് എന്നത് നമ്മളെ അതിശയിപ്പിക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ നടക്കുന്ന ലേസർ ആൻഡ് ലൈറ്റിംഗ് ഷോയാണ്. അടുത്തായിട്ട് നമ്മൾ 11ാമത് പോകേണ്ടതാണ് അഗ്രസെൻ കി ബാവ്ലി. 14ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ച ഈ ജലസംഭരണിക്ക് 60 മീറ്റർ നീളവും 108 പടവുകളുമുണ്ട്. നഗരത്തിന്റെ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് മാറി ഈ പടവുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴുള്ള ശാന്തതയും തണുപ്പും വല്ലാത്തൊരു അനുഭൂതിയാണ്. നിരവധി ബോളിവുഡ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 സിനിമകളാണ് സുൽത്താനും PKയും. ഡൽഹി യാത്രയിൽ മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അഗ്രസെൻ കി ബാവ്ലി. 12 ലോട്ടസ് ടെമ്പിൾ. ബഹായി മതവിശ്വാസികളുടെ പ്രാർത്ഥനാ മന്ദിരമായ ഇത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരപ്പൂവിന്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജാതിയോ മതഭേദമോ ഇല്ലാതെ ലോകത്തിലെ ഏതു മനുഷ്യനും ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. യാതൊരുവിധ വിഗ്രഹങ്ങളോ മതപരമായ ചിഹ്നങ്ങളോ ഇല്ലാതെ തികച്ചും നിശബ്ദമായ ഒരു വലിയ ഹാളാണ് ഇതിനുള്ളിലുള്ളത്. നെക്സ്റ്റ് വരുന്നത് ലോധി ഗാർഡൻ. 90 ഏക്കറിലധികം പരന്നു കിടക്കുന്ന ഈ പാർക്ക് വെറും ഒരു പൂന്തോട്ടമല്ല, 15ാം നൂറ്റാണ്ടിലെ ലോധി സയ്യിദ് രാജവംശങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഒരിടം കൂടിയാണിത്. മുഹമ്മദ് ഷാ, സിക്കന്ദർ ലോധി എന്നിവരുടെ പ്രൗഢിയേറിയ ശവകുടീരങ്ങൾ ഈ പച്ചപ്പിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്നു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി മനസ്സമാധാനത്തോടെ ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ ഡൽഹിയിൽ ഇതിലും മികച്ചൊരിടം വേറെയില്ല. അടുത്തതായിട്ട് ലോകത്തിൽ പ്രശസ്തമായിട്ടുള്ള കുത്തബ് മിനാർ. നൂറ്റാണ്ടുകളുടെ ചരിത്രവും തനിമയാർന്ന വാസ്തുവിദ്യയും ആകാശത്തോളം ഉയരത്തി നിൽക്കുന്ന ഒരിടം. ഡൽഹിയുടെ പ്രൗഢിയുടെ പ്രതീകമായിട്ടുള്ള കുത്തബ് മിനാർ. 73 മീറ്ററിലധികം ഉയരമുള്ള ഈ 5 നില ഗോപുരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കല്ലിൽ തീർത്ത മിനാരമാണ്. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കുത്തബുദ്ദീൻ ഐബക്ക് തറക്കല്ലിട്ട ഈ യുനെസ്കോ പൈതൃക കേന്ദ്രത്തിന്റെ ഓരോ നിലകളിലും ചരിത്രത്തിന്റെ വ്യത്യസ്തങ്ങളായ നിർമ്മാണ ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. ഡൽഹിയുടെ ചരിത്രത്തിലൂടെയുള്ള യാത്രകളിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ദൃശ്യവിരുന്നു തന്നെയാണ് കുത്തബ് മിനാർ. ഇനി നമുക്ക് പോകാം നേരെ രാജ്ഘട്ടിലേക്ക്. യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മുടെ രാഷ്ട്രപിതാവ് അന്ത്യവിശ്രമ സ്ഥാനമായ കറുത്ത മാർബിൾ സ്മാരകമുള്ളത്. അതിനു മുകളിലായി എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു കെടാവിളക്കും കാണാം. പ്രകൃതിയും നിശബ്ദതയും ഒത്തുചേരുന്ന ഇവിടെ എത്തുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സമാധാനം നിറയും. 16ാമതായിട്ട് വരുന്നത് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി മ്യൂസിയം. ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരുപാട് രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഒഫീഷ്യൽ വസതിയായിരുന്ന ഇന്നത്തെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം. അവർ ജീവിച്ചിരുന്ന കാലത്തെ അതേപടിയാണ് ഇവിടുത്തെ മുറികളെല്ലാം ഇന്നും സംരക്ഷിച്ചിരിക്കുന്നത്. അവർ അവസാനമായി കഴിച്ച ഭക്ഷണത്തിന്റെ മേശയും വായിച്ചിരുന്ന പുസ്തകങ്ങളും എഴുതിയ കുറിപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചരിത്രത്തെ ഇത്രയേറെ അടുത്തറിയാൻ കഴിയുന്ന മറ്റൊരു മ്യൂസിയം ഡൽഹിയിൽ ഇല്ലെന്നു തന്നെ പറയാം. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വെടിയേറ്റു വീണ ആ വഴി ഇന്ന് ഗ്ലാസ് പാക്കി സംരക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകളും ഈ മ്യൂസിയത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെ നടന്നു നീങ്ങാൻ ഡൽഹി യാത്രകളിൽ ഇതൊരു നിർബന്ധിത സ്റ്റോപ്പ് തന്നെയാണ്. 17ാമതായിട്ട് ഖവാലി സംഗീതം ഒഴുകുന്ന നിസാമുദ്ദീൻ ദർഗയിലേക്ക് പോവാം. 14ാം നൂറ്റാണ്ടിലെ പ്രശസ്ത സൂഫി വര്യനായ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ അന്ത്യവിശ്രമ സ്ഥലമാണിത്. ജാതിയോ മതഭേദമോ ഇല്ലാതെ മനസ്സമാധാനം തേടി ലോകത്തിലെ പല കോണുകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത തലമുറകളായി പാടിവരുന്ന ആത്മാവിനെ തൊട്ടുണർത്തുന്ന സൂഫി കവ്വാലികളാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ ഇവിടെ നടക്കുന്ന കവ്വാലി നൈറ്റ്സ് കണ്ടറിയേണ്ട ഒരു അനുഭവം തന്നെയാണ്. സംഗീതത്തെയും ആത്മീയതയും പ്രണയിക്കുന്നവർക്ക് ഡൽഹി നൽകുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം. 18ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് സഫ്ദർജംഗ് ടോംബ്. കാഴ്ചയിൽ താജ്മഹലിനെയും ഹുമയൂൺസ് ടോംബിനെയും ഓർമ്മിപ്പിക്കുന്ന, എന്നാൽ ഡൽഹിയുടെ തിരക്കുകൾക്കിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്ദരമായ കോണുണ്ട്. മുഗൾ വാസ്തുവിദ്യയുടെ അവസാന പ്രൗഢിയായ സഫ്ദർജംഗ് ടോംബ്. 18ാം നൂറ്റാണ്ടിൽ ഔദിലെ നവാബായിരുന്ന സഫ്ദർജംഗിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ഈ ചരിത്ര സ്മാരകം. ചരിത്രത്തിന്റെ ഭംഗി ഒട്ടും തിരക്കില്ലാതെ ആസ്വദിക്കാൻ അടുത്ത തവണ ഡൽഹിയിലെത്തുമ്പോൾ ഈ ക്യാൻവാസ് മിസ് ചെയ്യരുത്. 19ാമത്തെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്
ഡൽഹിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തമായ മാർക്കറ്റുകളിൽ ഒന്നാണ് ചാന്ദിനി ചൗക്ക്. ഏറ്റവും പഴക്കമേറിയതും പ്രശസ്തവുമായ മാർക്കറ്റുകളിൽ ഒന്നാണിത്. മുഗൾ കാലഘട്ടം തൊട്ടേയുള്ള ഈ മാർക്കറ്റ് വിവാഹ വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ്. രണ്ടാമത് വരുന്നതാണ് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള സരോജിനി നഗർ മാർക്കറ്റ്. വിലക്കുറവിൽ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും ഫാഷൻ ആക്സസറീസും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണിത്. വസ്ത്രങ്ങൾ ഇവിടെ വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കും. വിലപേശി വാങ്ങാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി വരുന്നത് ഒരുപാട് കുപ്രസിദ്ധിയാർജിച്ച ഡൽഹി ചോർ ബസാർ. പഴയ ഡൽഹിയിലെ ജമാ മസ്ജിദിനും ചെങ്കോട്ടയ്ക്കും സമീപം ഞായറാഴ്ചകൾ പുലർച്ചെ മാത്രം സജീവമാകുന്ന ഒരു പ്രത്യേക മാർക്കറ്റാണിത്. സെക്കൻഡ് ഹാൻഡ് ഇലക്ട്രോണിക് സാധനങ്ങൾ, മൊബൈൽ ആക്സസറികൾ, ബ്രാൻഡഡ് ഷൂകൾ, പുരാതന വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവ വളരെ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ ലഭിക്കും. വിലപേശാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മീന ബസാർ. ഡൽഹിയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യവും പ്രശസ്തവുമായ മാർക്കറ്റാണ് മീന ബസാർ. പഴയ ഡൽഹി ചെങ്കോട്ടയ്ക്കും ജമാ മസ്ജിദിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തുണിത്തരങ്ങൾ, മനോഹരമായ തുന്നൽ പണികൾ ചെയ്ത തൊപ്പികൾ, ബുർഖകൾ, കുർത്തകൾ എന്നിവയ്ക്ക് ഈ മാർക്കറ്റ് വളരെ പ്രശസ്തമാണ്. ഇനി 20ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ടുകളാണ്, പ്രത്യേകിച്ചും ജമാ മസ്ജിദിന് പരിസരത്തുള്ളത്. ഡൽഹി ജുമാ മസ്ജിദിന് സമീപം ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ. ആ ഒരു ഗലിയിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും നമ്മളിങ്ങനെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കും. ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആകെ 3 സ്പോട്ടാണ്. ഇതൊന്നും മസ്റ്റ് ട്രൈ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒക്കെ ദാഹം മാറ്റിയും വിശപ്പ് മാറ്റിയും ആണെങ്കിൽ കൂടി അതേപോലെ തന്നെ രോഗം വരുത്തിയാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വയറൊക്കെ കേടാവാതെ നോക്കുക. ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കഴിക്കായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളൊരു 3-4 പേരുണ്ടെങ്കിൽ കൂടി. വൃത്തിയുടെ കാര്യം അല്ലാണ്ട് നോക്കാതിരിക്കാൻ നല്ലത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് സ്പോട്ടിലേക്ക് പോകാം. നമ്മൾ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള മുഹബത്ത് ക സർബത്തിന്റെ ഇഷ്ടംപോലെ ഷോപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് ഷാഹി തുകട എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതിനൊന്നും പേരറിയില്ലെങ്കിൽ കൂടി എല്ലാം നിങ്ങൾ തോടെ വാങ്ങിച്ച് കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ ഒരു ഷോപ്പ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാകും. ഈ ആജി മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്നിട്ട് ഈ ഒരു ഷോപ്പ്, ഈ ഒരു കാക്ക ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മുറുക്കുകയും ചെയ്യും, ചിക്കൻ ഉണ്ടാക്കുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് കഴിക്കാനും തോന്നും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഷോപ്പാണ് ഈ ഒരു അസ്ലം ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബട്ടർ കൊണ്ടുള്ളൊരു കളിയാണ് കേട്ടോ ഇത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. വയറിറച്ച് ഒരിക്കലും കഴിക്കരുത്, പണി പാളു കേട്ടോ. ഈ ഒരു ഗല്ലിയിലൂടെ നടന്നു കഴിഞ്ഞാലേ ഇതുപോലെ ഇഷ്ടം പോലെ വയറുകേടുത്തികളുണ്ട്. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.